ഹായ് മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രിക്ക് പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ ട്രിക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് 4 മാർക്ക് ചോദ്യങ്ങൾക്കാണ്. അതായത് ലെൻസ് ഫോർമുല, മിറർ ഫോർമുല. ഈ 2 പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിഹ്നങ്ങൾ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നിരുന്നാലും ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങൾ ഗ്രാഫ് വരച്ച് പഠിച്ച ആൾക്കാരല്ലേ? ഗ്രാഫ് കൃത്യമായി വരച്ചെടുത്ത ആൾക്കാരാണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എക്സ് അക്ഷമാണ്, ഇതെന്താണ്? എക്സ് ഡാഷ് അക്ഷമാണ്. ഇത് വൈ അക്ഷമാണ്, ഇതെന്താണ്? ഇത് വൈ ഡാഷ് അക്ഷമാണ് അല്ലേ? സോ എക്സ് എല്ലായ്പ്പോഴും പോസിറ്റീവാണ്, എക്സ് ഡാഷ് എന്തായിരിക്കും? നെഗറ്റീവാണ്. അതേപോലെ വൈ എപ്പോഴും പോസിറ്റീവാണ്, അതേ സമയത്ത് വൈ ഡാഷ് എന്താണ്? നെഗറ്റീവാണ്. ഈ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു എന്നാണ് അർത്ഥം. സെറ്റാണ്. നിങ്ങൾക്കൊരു ചോദ്യം ഇതേപോലെ ചോദ്യം വരുന്നു. ഇപ്പോൾ ഒരു കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ കോൺകേവ് മിററിന്റെ ചോദ്യം വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വരച്ച കാര്യമല്ലേ, അതായത് നമ്മുടെ ഫോർമുലയിലേക്ക് ഈ ഒരു ഗ്രാഫിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോകാൻ പോവാണ്? ആ ഒരു ലെൻസിനെയും മിററിനെയും കൊണ്ടുപോകാൻ പോവാണ്. എങ്ങനെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഒരു കോൺകേവ് ആണെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് നേരെ എവിടെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്? തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാഫിൽ പ്ലേസ് ചെയ്യുക. അത്രമാത്രം ആലോചിച്ചാൽ മതി. ശേഷം ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ഇടതുഭാഗത്ത് വെക്കാനുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും. നമ്മൾ പറയുന്നു 60 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടോ അതൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? 100 സെന്റിമീറ്റർ അകലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഇമേജ് കിട്ടുവാൻ ഞാൻ ഈ ഒബ്ജക്റ്റിനെ എവിടെ വെക്കണം? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ മസ്റ്റായിട്ടും ഇതേപോലെ ഈ സംഭവം ഒന്നിങ്ങനെ വരച്ചു വെച്ചോളൂ. ശേഷം എന്താ ചെയ്യേണ്ട അറിയാവോ? ഇതേത് ദർപ്പണം ആണെന്ന് മനസ്സിലാക്കുക. ഏതാ ദർപ്പണം? അതൊരു കോൺകേവ് ദർപ്പണമാണെങ്കിൽ നേരെ ഇവിടെ ഒരു കോൺകേവ് ദർപ്പണം വരച്ച് വെക്കുക. സെറ്റാണേ. ഇത്രയും കാര്യം ചെയ്തതിനു ശേഷം എന്തൊക്കെ തന്നു നോക്കണം. എന്തൊക്കെ തന്നിരിക്കുന്നേ? ഫോക്കൽ ദൂരം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കോൺകേവ് ദർപ്പണം ആയതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഫോക്കസ് ഉണ്ടായിരിക്കും, ഇവിടെ അതിൻ്റെ സെൻറ്റർ ഉണ്ടായിരിക്കും. ശരിയല്ലേ? സോ വക്രതാ കേന്ദ്രവും അതേപോലെ ഫോക്കൽ ദൂരവും കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാദ്യം ചെയ്യാം. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ തന്നു നോക്കുക. അതിനുശേഷം അതെന്ത് കൊടുക്കുക? ഇവിടെ അപ്ലൈ ചെയ്യാം. ഫോക്കൽ ദൂരം എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഫോക്കൽ ദൂരം 60 ആണ് എങ്കിൽ സി എത്രയായിരിക്കും? 120 ആയിരിക്കും. അതിലാർക്കും സംശയമില്ലല്ലോ. കറക്റ്റ് ആണല്ലോ. സോ അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി എന്താ ചോദ്യം? ഈ ഒരു വസ്തു ഉണ്ടായത് 100 സെന്റിമീറ്റർ അകലെയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ടല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ആ വസ്തുവിനൊന്ന് ഡിനോട്ട് ചെയ്ത് വെച്ചാലോ? ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോവാണ്. എവിടെയാണ് ഈ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ? മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് പോളാണ്. പോൾ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അല്ലേ? ഇവിടെ 0 ആയിരിക്കില്ലേ? ഇവിടെ ഇങ്ങോട്ടേക്ക് 60 ആയി, 120 ആയി. നമ്മൾ പറഞ്ഞിരിക്കുന്നു 100 സെന്റിമീറ്റർ അകലെയാണ് വസ്തു ഉള്ളത്. അപ്പം അത് ഉറപ്പായിട്ട് എവിടെയായിരിക്കും? 60ന്റെയും 120യും ഇടയ്ക്കല്ലേ ഈ 100 എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ ആ ഒരു ഇമേജിനെ ഇവിടെ എന്ത് ചെയ്ത് വെക്കുക? ഇവിടെ വരച്ച് വെക്കുക. കണ്ടോ? ഒരു കോൺകേവ് ദർപ്പണം 100 സെന്റിമീറ്റർ അകലെ ഒരു യഥാർത്ഥ പ്രതിബിംബം രൂപീകരിച്ചു. യഥാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് ആയ ഒരു പ്രതിബിംബം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വി സമയത്ത് കിട്ടി നമുക്ക് 100 സെന്റിമീറ്റർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ ദർപ്പണ സമവാക്യം, മിറർ ഫോർമുല യൂസ് ചെയ്യണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. ഇതൊരു ട്രിക്കായിട്ട് പറഞ്ഞു തരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. എന്ത്? സിന്റെയും എഫിന്റെയും ഇടയ്ക്ക് നമുക്ക് ഒരു പ്രതിബിംബം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എവിടെ വെക്കണം വസ്തുവിനെ? നിങ്ങൾ തന്നെ പറ. നമ്മൾ ഉറപ്പായിട്ടും സിന്റെ അപ്പുറത്ത് വെക്കണ്ടേ? ബിയോണ്ട് സിയിൽ വെക്കണ്ടേ? അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? നമുക്കൊരു ഐഡിയ കിട്ടി. എവിടെ ആൻസർ വന്നിരിക്കുന്നത്? ഇതാണ് ആൻസർ അല്ലേ? നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇടതുഭാഗത്താണ് അല്ലേ? ഈ ഭാഗം എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ലഭിക്കേണ്ട സംഖ്യ യു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കണം. അതേപോലെ തന്നെ ഈ യു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും 120-നെക്കാട്ടും എന്തായിരിക്കണം? കൂടുതലാണ്. ശരിയല്ലേ? സോ നമുക്ക് ആൻസർ കിട്ടി. എങ്ങനെ കിട്ടി? ഈ ഒരു ഇമേജ് ഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു?
സിന്റെയും എഫിന്റെ ഇടയിലുള്ള 100 സെന്റിമീറ്ററിൽ എനിക്ക് ഇമേജ് കിട്ടണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സിന്റെ അപ്പുറത്ത് ഒബ്ജക്റ്റ് വെച്ചേ മതിയാവുള്ളൂ. സോ ദ ആൻസർ മസ്റ്റ് ബി എ നെഗറ്റീവ് വാല്യൂ ആൻഡ് ദാറ്റ് വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 120. സോ നമ്മൾ ഈ ഒരു സമവാക്യം ഉപയോഗപ്പെടുത്തി നമുക്കൊരു ആൻസർ ലഭിച്ചു. കിട്ടിയ ഉത്തരം -20 ആണെന്ന് വിചാരിക്കൂ. മനസ്സിലായോ? കിട്ടിയ ഉത്തരം -20 ആണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ ഉത്തരം തെറ്റാണ്. എനിക്ക് എത്ര കിട്ടേണ്ടതുണ്ട്? -120 കിട്ടണം. സോറി, -120ക്ക് മുകളിലൊരു സംഖ്യ കിട്ടണം. അതാണ് ഈ കൺസെപ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് ജസ്റ്റ് ലെൻസോട് ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. ഒരു ചോദ്യം ഇതാണ്, ഒരു കോൺവെക്സ് ലെൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ഇതേപോലെ ഒരു കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തി വെക്കുക, വരച്ച് വെക്കുക. രണ്ട് സൈഡിലേക്കും ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ക്ലിയർ ആണേ? ശേഷം ഇവിടെ എഫും സിയും അടയാളപ്പെടുത്തി വെക്കുക. എഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2F ആണ്, എല്ലാവർക്കും അറിയാലോ, 2F. ഇവിടെ ഞാൻ എഫും 2Fഉം അടയാളപ്പെടുത്തി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഇത് വായിച്ചു നോക്കുക. എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ? ഫോക്കൽ ലെങ്ത് എത്രയാണ്? 45 സെന്റിമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. ഫോക്കൽ ലെങ്ത് 45 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 45 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 2F എത്രയായിരിക്കും? അത് 90 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് സൈഡിലും ഇത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കണം. ക്ലിയർ ആണല്ലോ? ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി എന്താ നമുക്കറിയാവുന്നത്? ഒബ്ജക്റ്റ് വെച്ചു. എവിടെയാണ് വെച്ചിരിക്കുന്നത്? 90 സെന്റിമീറ്റർ. 90 എവിടെയാ? എടാ 90 എന്ന് പറഞ്ഞതാ, നോക്കിയേ, അത് എവിടെയാണ്? അത് 2F അല്ലേ? നോക്കുങ്ങള്, 90 എന്ന് പറഞ്ഞത് 2Fലാ. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയുള്ളത്? 2Fലാണ്. നമ്മൾ ആരെ വെച്ചിട്ടുള്ളത്? നമ്മുടെ ഒബ്ജക്റ്റിനെ വെച്ചത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ആൻസർ കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ? ഇഫ് യു പ്ലേസ് ദ ഒബ്ജക്റ്റ് അറ്റ് 2F, വേർ വി ഗെറ്റ് ദ ഇമേജ്? വി ഷുഡ് ഗെറ്റ് ദ ഇമേജ് ഓൾസോ അറ്റ് 2F. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അതായത് ഈ ഒരു റേ ഡയഗ്രാം വരച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്ത് വന്നു? ആൻസർ വരെ കിട്ടി. ഇനി ഇതിലേക്ക് പോയാൽ പോരെ? നമ്മുടെ ആൻസർ എത്രയാ? ഒന്ന് പറഞ്ഞേ, നമ്മുടെ ആൻസർ എത്രയാ? ഒന്ന് കമൻ്റ് ആയിട്ട് പറയാവോ? അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻ്റ് ആയിട്ട് ഇങ്ങനെ കമൻ്റ് ഇടൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയാണ്. അത് ഉറപ്പായിട്ട് ഒരു പോസിറ്റീവ് വാല്യൂ, ഈ ഭാഗത്തേക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് അതൊരു പോസിറ്റീവ് സംഖ്യയാണ്. പിന്നെ എത്രയാണത്? 90 ആണ്. സോ നമ്മൾ ഉത്തരം V = +90. ഇത് കിട്ടണം. ഇത് കിട്ടിയില്ലേ നമ്മുടെ ആൻസർ തെറ്റാണ്. മനസ്സിലായോ? സോ ഇതേപോലെ ലെൻസ് ഫോർമുലയും മിറർ ഫോർമുലയിലും ഇതേപോലെ പ്രോബ്ലം മസ്റ്റ് ആണ്. അപ്പോൾ വാല്യൂകൾക്ക് നെഗറ്റീവും പോസിറ്റീവും കൊടുക്കാൻ വേണ്ടിയുള്ള ട്രിക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. സോ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇതൊരു കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കസ് ഉറപ്പായിട്ടും എന്തായിരിക്കും? പോസിറ്റീവ് എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. സോ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തരും. ഇന്ന് വൈകുന്നേരം 7:30 ഞാനും ഉണ്ടാവും. പിന്നെ നിങ്ങൾ പ്രിയപ്പെട്ട ശ്രീമസാറും ഉണ്ട്. ഞങ്ങൾ 2 പേരും വരും. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് എവിടെ ഉണ്ടായിരിക്കും? എക്സാം നിങ്ങൾ കാണും. സോ മസ്റ്റായിട്ടും 7:30 വരണം. ഓക്കെ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സിന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ സീ യു 7:30 PM ടുഡേ. ഓക്കെ.